നമുക്കറിയാം നമ്മളെ എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്ത് പല പ്രശ്നങ്ങളെ കൊണ്ട് ചാടിക്കുന്ന കൂട്ടുകാർ നമുക്ക് ഉണ്ടാവാറുണ്ട്. പക്ഷെ ആസിഫിക്കയുടെ കേസിൽ കട്ട സപ്പോർട്ട് തന്ന് കൂടെ നിൽക്കുന്ന ഫ്രണ്ട്സ് ആണ്. അതിലിപ്പോൾ രണ്ടുപേരും ഇവിടെ കുറേ പേരുണ്ട്. അതിൽ ബാലു വർഗീസ്, ദീപക്കൊക്കെ നമ്മുടെ ഒപ്പം ഉണ്ട്. ഹൗ ഇസ് ദിസ് ഫ്രണ്ട്ഷിപ്പ്? എങ്ങനെയാണ് ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്നത്? എങ്ങനെയാണ് ആ ഒരു ഫ്രണ്ട് സർക്കിൾ ആസിഫിക്കയുടെ ഈ ഒരു 15 വർഷത്തെ ജേർണിയിൽ ഇൻസ്പയർ ചെയ്തിരിക്കുന്നത്? എനിക്ക് എപ്പോഴും എൻ്റെ സുഹൃത്തുക്കൾ തന്നെയാണ് വലുത്. ഇന്നലെ ഞാനും ദീപക് പറമ്പോളും ഒരുമിച്ച് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിനിമ കഴിഞ്ഞ 12 ദിവസമായിട്ട് ഫുൾ നൈറ്റ് ഷൂട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമ കഴിഞ്ഞിട്ട് ഇന്ന് വൈകുന്നേരം എനിക്ക് വേണ്ടി ഇവിടെ വന്ന എൻ്റെ ദീപക് പറമ്പോൾ അദ്ദേഹത്തിന്റെ സ്നേഹം ബാലുവിനെ പറ്റി ഞാനൊന്നും പറയുന്നില്ല. കാരണം നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ എപ്പോഴും കാണാറുണ്ട്. ഇവരുടെ ആസിഫ്ക്കാടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് പോകുമ്പോൾ ഇവരുടെ എല്ലാ ഗ്യാതറിങ്സും അവിടെ സ്റ്റോറി ആയിട്ടും പോസ്റ്റ് ആയിട്ടും കാരണം നമുക്ക് ഒരുപാട് സന്തോഷമാണ്. കാരണം അങ്ങനെ കൂടെ നിൽക്കുന്ന ഒരു വട്ടം സുഹൃത്തുക്കൾ ഒരുമിച്ച് സിനിമയിലേക്ക് എന്നെ സെലക്ട് ചെയ്ത എന്റെ പ്രിയ സുഹൃത്ത് ജോഫിൻ, ഓൺലൈൻ മുയൽ മീഡിയയിൽ അദ്ദേഹം വർക്ക് ചെയ്ത സമയം മുതലുള്ള സൗഹൃദമാണ് ഞങ്ങൾ. ഈ ഒരു സിനിമ എന്റെ അടുത്തേക്ക് കൊണ്ടുവന്ന എന്റെ സുഹൃത്ത് തീർച്ചയായിട്ടും ഞങ്ങളുടെ സിനിമയെ കേരളത്തിന്റെ പുറത്തേക്ക് കൊണ്ടുപോയ അനശ്വരൻ. ഹൈദരാബാദിലെ ഫാൻസ് ഇങ്ങനെ മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അങ്ങനെ ഒരുപാട് നല്ല സുഹൃത്തുക്കൾ, എടുത്ത് പറയേണ്ട പേരുകൾ ഒരുപാടുണ്ട്. പക്ഷെ പറഞ്ഞില്ലെങ്കിൽ സങ്കടമാവുന്ന സുഹൃത്തുക്കൾ ഉള്ളത് കൊണ്ട് പറയുന്നില്ല. തീർച്ചയായിട്ടും ഇതിന്റെ ഇടയിൽ ഞാൻ പെട്ടെന്ന് ഓർത്തൊരു കാര്യം, പക്ഷെ 15 വർഷം സിനിമയിൽ നിൽക്കുന്നത് കഴിവ് തെളിയിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു ആക്ടറാണ്. അപ്പൊ ഞങ്ങൾ ഈ അടുത്തൊരു പടം ചെയ്തു, ജസ്റ്റ് ഇന്നലെ പാക്കപ്പ് ആയിട്ടുള്ളൂ. അപ്പൊ അതിന്റെ ഡയറക്ടർ പല ആൾക്കാർ പല സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. ഇപ്പൊ 15 വർഷം കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മളൊരു കൂടെ സിനിമ ചെയ്യുന്ന സമയത്ത് ഞാൻ ബിടെക്കിലാണ് ആ സീൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അപ്പൊ അന്ന് എങ്ങനെയാണോ അതുപോലൊക്കെ തന്നെയാണ് ഇന്നും. അത് എന്നും ഉണ്ടാവും. ഒരു 30 വർഷം നമ്മളെല്ലാവരും കൂടി ഒരു 30 വർഷം സെലിബ്രേറ്റ് ചെയ്യും, ഒരു 50 വർഷം സെലിബ്രേറ്റ് ചെയ്യും. ആ സമയത്ത് ആസിഫ് ഇങ്ങനെ തന്നെ ആയിരിക്കും, സ്റ്റാർ തന്നെ ആയിരിക്കും, ഉറപ്പായിട്ടും സ്റ്റാറായിരിക്കും. പക്ഷെ ആ ജെന്യുവനായിട്ടുള്ളൊരു എഫേർട്ട് എല്ലാ സിനിമയിലും ഉണ്ട്, ഉറപ്പായിട്ടുണ്ട്. ഇനിയുള്ള സിനിമകളിലുണ്ടാവും. സിനിമയ്ക്ക് ആവശ്യമുള്ള പോലെ തന്നെ ആസിഫിന് സിനിമയുടെ ആവശ്യമുണ്ട്. കാരണം സിനിമ അത്രയും പാഷനേറ്റ് ആയിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ആഘോഷിക്കാനായിട്ട് പോവാണ്. ഒപ്പം തന്നെ നമ്മുടെ ഡയറക്ടർ അല്ലെങ്കിൽ യെസ്, ദ ആങ്കർ ഓഫ് ദ മൂവി നമുക്ക് പറയാം, ദ ഗൈഡൻസ്, ദ ഫ്രണ്ട് ഓഫ്